എല്ലാവർക്കും നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ നിത്യജീവിതത്തിൽ ഒരുപാട് പണം അഥവാ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണോ? ഒരു വസ്തു വാങ്ങാനോ സ്വർണം വാങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ലക്ഷങ്ങൾ ക്യാഷായി കൈമാറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും മുഴുവനും കാണണം. അങ്ങനെ പറയാൻ കാരണം 2026-27 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി നിയമങ്ങൾ വളരെ കർശനമാണ്. കൂടാതെ രണ്ട് വ്യക്തികൾ തമ്മിൽ ക്യാഷായി കൈമാറാവുന്ന തുകയ്ക്ക് ഒരു പരിധിയുണ്ടെന്ന് പറഞ്ഞ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് അല്പം കൂടി വിശദമാക്കിയ ഈ വീഡിയോ. ക്യാഷായി പണമിടപാട് നടത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 10 പരിധികളുണ്ട്. ഇത് ലംഘിച്ചാൽ നിങ്ങൾ ഇടപാട് നടത്തിയ മുഴുവൻ തുകയും, അതായത് 100% നിങ്ങൾ പിഴയായി സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ കേട്ടത് ശരിയാണ്. ആ 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ലളിതമായി നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒരാൾക്ക് ഒരു ദിവസം പരമാവധി നൽകാനാവുന്നത് 10,000 രൂപ മാത്രമാണ്. അതിൻ്റെ വകുപ്പ് പറയാം, സെക്ഷൻ 40A. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 10,000 രൂപയല്ല, അതിലും വലിയൊരു തുകയുടെ ഇടപാടാണ് എനിക്കിന്ന് നടത്തേണ്ടത്, ബാക്കി വരുന്ന തുക എങ്ങനെ കൈമാറുമെന്ന്. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൈമാറാം. എങ്ങനെയെന്നോ, അതിന് മുകളിലുള്ള തുക ബാങ്ക് വഴിയോ UPI വഴിയോ മാത്രമേ നൽകാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യങ്ങൾ വായ്പയുമായി ബന്ധപ്പെട്ടതാണ്. ക്യാഷ് ലോൺസ്. നിങ്ങളുടെ സുഹൃത്തിൽ നിന്നോ മറ്റൊരാളിൽ നിന്നോ പണമായി കടം വാങ്ങുകയാണെങ്കിൽ പരമാവധി 20,000 രൂപ വരെ മാത്രമേ ക്യാഷായി വാങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിയ 20,000 രൂപ, കടമായി വാങ്ങിയ ആ 20,000 രൂപ തിരികെ കൊടുക്കുമ്പോഴും 20,000 രൂപയോ അതിൽ കൂടുതലോ ക്യാഷായി നൽകാൻ പാടില്ല. ഇത് ബാങ്ക് വഴി തന്നെ ആയിരിക്കണം. ഇനി പറയുന്ന 4, 5, 6, 7 കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളൊരു സാധനം വിൽക്കുമ്പോഴോ സേവനം നൽകുമ്പോഴോ ഒരാളിൽ നിന്ന് ഒരു ദിവസം 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ക്യാഷായി നിങ്ങളുടെ കൈകളിലേക്ക് വാങ്ങാൻ പാടില്ല. ഒരു പുതിയ കാർ വാങ്ങാൻ പോകുമ്പോൾ ഡീലർക്ക് 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ക്യാഷായി നൽകാൻ പാടില്ല. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷായി നൽകാൻ പാടില്ല. മാത്രമല്ല 2 ലക്ഷത്തിന് മുകളിലുള്ള ഇടപാടുകൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് നിർബന്ധമായും നൽകിയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വസ്തു വാങ്ങുമ്പോൾ അഡ്വാൻസായി നൽകുന്ന തുക ഒരിക്കലും 20,000 രൂപയിൽ കൂടാൻ പാടില്ല. ബാക്കി തുക ബാങ്ക് വഴിയാക്കണം. ഇതുവരെ 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി അവസാനത്തെ 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ? അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. 8, 9, 10 പോയിന്റുകൾ. ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ആകെ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ക്യാഷായി കൊണ്ടുപോയി ഇട്ടാൽ ബാങ്ക് അത് നേരെ ഇൻകം ടാക്സ് വകുപ്പിനെ അറിയിച്ചിരിക്കും. നിങ്ങൾക്കുള്ളത് ഒരു കറണ്ട് അക്കൗണ്ട് ആണെങ്കിലോ നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ ഇത് 50 ലക്ഷം രൂപ വരെ ആകാം. അതാണ് ഇതിന്റെ പരിധി. മറ്റൊന്ന്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ ഒറ്റത്തവണയായി 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ക്യാഷായി അടച്ചാലും ബാങ്ക് അത് റിപ്പോർട്ട് ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ നിയമങ്ങൾ ലംഘിച്ചാലുള്ള ശിക്ഷ വളരെ വലുതാണ്. സെക്ഷൻ 271D പ്രകാരം നിങ്ങൾ എത്ര രൂപയാണോ നിയമം തെറ്റിച്ച് ക്യാഷായി വാങ്ങിയത് ആ തുക മുഴുവനായും, അതായത് 100% പിഴയായി കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന്, നിങ്ങൾ 3 ലക്ഷം രൂപ ക്യാഷായി സ്വീകരിച്ചാൽ 3 ലക്ഷം രൂപ തന്നെ പിഴയും വരും. അതുകൊണ്ട് വലിയ തുകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ എല്ലായ്പ്പോഴും ബാങ്ക് ട്രാൻസ്ഫർ, ചെക്ക് അല്ലെങ്കിൽ UPI പോലെയുള്ള ഡിജിറ്റൽ മാർഗങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കാലിക പ്രാധാന്യമുള്ള വിഷയവുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.